Hello, good morning, dear students. In the last class, we are discussed about debentures and the classification of debentures. എല്ലാവർക്കും അത് നല്ലതുപോലെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Now we are going to discuss about bonds. ബോണ്ടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ബോണ്ട് എന്നുള്ളത് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണ് അല്ലേ. കുറച്ചുകൂടെ സേഫ്റ്റിയുള്ള ലോ റേറ്റ് ഓഫ് റിട്ടേൺ ഉള്ള സെക്യൂരിറ്റിയാണ്. ഇപ്പോഴത്തെ കാലത്ത് നൗ കോർപ്പറേഷൻ മീൻസ് കോർപ്പറേറ്റ് ഫോംസ് കമ്പനികളും ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ ഡിബഞ്ചേഴ്സിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സും ഉണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് ബോണ്ടെന്ന് നോക്കാം. Bonds are debt instruments that are issued by companies or governments to raise funds for financing their capital requirements. അല്ലേ, ഒരു കമ്പനികളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ അവരുടെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടി അവർ കളക്ട് ചെയ്യുന്ന ഒരു മോഡ് ഓഫ് ഫിനാൻസ് ആണ് ബോണ്ട് എന്ന് പറയുന്നത്, ബോണ്ട് ഇഷ്യൂ എന്ന് പറയുന്നത്. ബൈ പർച്ചേസിങ് എ ബോണ്ട് ആൻ ഇൻവെസ്റ്റർ ലെൻസ് മണി ഫോർ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് ഇൻട്രസ്റ്റ്, ദാറ്റ് ഈസ് കൂപ്പൺ റേറ്റ്. അല്ലേ, ബോണ്ട് വാങ്ങുന്നതിലൂടെ ഒരു ഇൻവെസ്റ്റർ അയാളുടെ പണം ലെൻഡ് ചെയ്തേക്കുവാണ് ഒരു കമ്പനിക്ക് ഒരു നിശ്ചിത ശതമാനം പലിശയ്ക്ക് കൊടുത്തിരിക്കുന്നതിന് തുല്യമാണ്. അല്ലേ, ബോണ്ട്സ് ഹാവ് എ ഫിക്സഡ് ഫേസ് വാല്യൂ. ബോണ്ടിന് കൃത്യമായ ഒരു മുഖവില ഉണ്ടായിരിക്കും, ഫേസ് വാല്യൂ ഉണ്ടായിരിക്കും. അല്ലേ, 10,000 രൂപയുടെ ബോണ്ട് അല്ലെങ്കിൽ 1,00,000 രൂപയുടെ ബോണ്ട്, അങ്ങനെ ഒരു ഫേസ് വാല്യൂ ഉണ്ടായിരിക്കും. വിച്ച് ഈസ് ദ എമൗണ്ട് ടു ബി റിട്ടേൺ ടു ദ ഇൻവെസ്റ്റർ അപ്പോൺ മെച്യൂരിറ്റി ഓഫ് ദ ബോണ്ട്. ഈ എമൗണ്ടാണ് ആ ബോണ്ടിൻ്റെ കാലയളവ് കഴിയുമ്പം ഇൻവെസ്റ്റർക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. ദിസ് ഈസ് എബൌട്ട് ബോണ്ട്. ഓക്കെ, ഇപ്പോൾ ബോണ്ട് എന്നുള്ളത് കമ്പനികളും ഗവൺമെൻറ്റും ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലോണാണ്. അല്ലേ, അവിടെ ഒരു കൃത്യമായ ഒരു പലിശ അവർക്ക് കിട്ടും. ദാറ്റ്സ് ടു ബി കൂപ്പൺ റേറ്റ് ഓർ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, ദെൻ ഡ്യൂറിങ് ദിസ് പീരീഡ് ദ ഇൻവെസ്റ്റേഴ്സ് റിസീവ് എ റെഗുലർ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെമി ആനുവലി ഓർ ആനുവലി. അല്ലേ, ഇയർലിയോ ഹാഫ് ഇയറിലോ ഈ ബോണ്ട് കൈവശം വെച്ചിരിക്കുന്ന ആ കാലയളവിൽ ഇൻവെസ്റ്റേഴ്സിന് പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. വിച്ച് ഈസ് കാൽക്കുലേറ്റ് ആസ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ദ ഫേസ് വാല്യൂ ആൻഡ് ഈസ് നോൺ ആസ് കൂപ്പൺ പേയ്മെൻറ്റ്. അതിനെ നമ്മൾ കൂപ്പൺ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന നിശ്ചിത ശതമാനം നിരക്കിലുള്ള ഇൻട്രസ്റ്റ് അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും, ആനുവലിയോ അല്ലെങ്കിൽ ഹാഫ് ഇയറിലോ കിട്ടിക്കൊണ്ടേയിരിക്കും. ബോണ്ട്സ് ക്യാൻ ബി ഇഷ്യൂഡ്. ബോണ്ട് സാധാരണയായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് പാർ വാല്യൂവിനാകാം, അല്ലെങ്കിൽ ഫേസ് വാല്യൂവിനേക്കാൾ കുറച്ച് ഡിസ്കൗണ്ടിലാകാം, അല്ലെങ്കിൽ പ്രീമിയത്തിനാകാം. ഫേസ് വാല്യൂവിനേക്കാൾ കൂടിയ എമൗണ്ട് പ്രീമിയത്തിലാകാം. ഡിമാൻഡ് കൂടുന്നതനുസരിച്ചാണ് ഇത് തീരുമാനിക്കുന്നത്. അല്ലേ, കമ്പനിയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ് ബോണ്ടിന് ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് അത് പാർ വാല്യൂവിനാകാം, പ്രീമിയത്തിനാകാം, ഡിസ്കൗണ്ടിനാകാം. എ ബോണ്ട് വെദർ ഇഷ്യൂഡ് ബൈ എ ഗവൺമെൻറ് ഓർ എ കോർപ്പറേഷൻ ഹാസ് എ സ്പെസിഫിക് മെച്യൂരിറ്റി ഡേറ്റ്. ഈ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്താലും അല്ലെങ്കിൽ കമ്പനികൾ ഇഷ്യൂ ചെയ്താലും ഇത്തരം ബോണ്ടുകൾക്ക് ഒരു നിശ്ചിത മെച്യൂരിറ്റി ഡേറ്റ് കാണും. വിച്ച് ക്യാൻ ബി റേഞ്ച് ഫ്രം എ ഫ്യൂ ഡേയ്സ്. അത് കുറച്ച് ദിവസങ്ങൾ മുതൽ, അല്ലേ, ഷോർട്ട് ടൈം ബോണ്ട്സ് മുതൽ 20 to 30 ഇയേഴ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള കാലയളവുള്ള ബോണ്ടുകളും ഇഷ്യൂ ചെയ്യാറുണ്ട്. ബോത്ത് ഡിബഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്സ് മീൻ ദ സെയിം. ഡിബഞ്ചറും ബോണ്ടും യഥാർത്ഥത്തിൽ കമ്പനിയാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് രണ്ടും ഒരേപോലെയാണ്. എന്നാൽ ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ബൈ കോർപ്പറേഷൻസ് ആൻഡ് ബോണ്ട്സ് ആർ ഇഷ്യൂഡ് ബൈ ദ ഗവൺമെൻറ് ഓർ ഗവൺമെൻറ് ബോഡീസ്. പക്ഷേ ഇപ്പോൾ കമ്പനികളും കോർപ്പറേറ്റ്സ് ആർ ഓൾസോ ഇഷ്യൂയിങ് ബോണ്ട്സ് വിച്ച് ക്യാരി കമ്പാരിറ്റീവ്ലി ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ദാൻ ഡിബഞ്ചറിനേക്കാൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ്, ബിക്കോസ് ഡിബഞ്ചറിനേക്കാൾ കുറച്ചുകൂടി സെക്യൂർഡാണ്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് അല്പം കുറവായിരിക്കും. അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സിന് കിട്ടുന്നതിനേക്കാൾ മുമ്പ് പ്രിഫറൻസ് ഇൻ ദ റീപേയ്മെൻറ്റ് അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് കമ്പയറിംഗ് ടു ഡിബഞ്ചറുമായി നോക്കിക്കഴിയുമ്പോൾ അതിനേക്കാൾ വേഗത്തിൽ കമ്പനി അടച്ചുപൂട്ടുന്ന സമയത്ത് അവരുടെ ബോണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഡിബഞ്ചേഴ്സിന് കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ റിട്ടേൺ ചെയ്യും. ഇങ്ങനെയുള്ള കമ്പാരിറ്റീവായിട്ടുള്ള ഡിബഞ്ചറിനേക്കാൾ കുറച്ചുകൂടെ അഡീഷണൽ ബെനിഫിറ്റ് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ബോണ്ട്. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ഡിബഞ്ചേഴ്സിനേക്കാൾ കുറവാണ്. അല്ലെ, ഇക്വിറ്റി ഷെയർസിനേക്കാളും പ്രിഫറൻസ് ഷെയർസിനേക്കാളും കുറച്ചുകൂടെ കുറവാണ്. ദ ഗവൺമെൻറ്, പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ആൻഡ് കോർപ്പറേഷൻസ്. അല്ലേ, കമ്പനികൾ, ഗവൺമെൻറ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആർ ദ ഡോമിനൻറ്റ് ഇഷ്യൂവേഴ്സ് ഇൻ ദ ബോണ്ട് മാർക്കറ്റ്. ബോണ്ട് മാർക്കറ്റിലെ പ്രധാന ബോണ്ട് ഇഷ്യൂവേഴ്സ് ആണ്. ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ കോർപ്പറേറ്റ്സ് ആൻഡ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്യാൻ ബി ട്രേഡഡ് ഇൻ ദ സെക്കൻഡറി മാർക്കറ്റ്. അല്ലേ, കമ്പനികളും ഗവൺമെൻറ്റും ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകൾ വാങ്ങുവാനും വിൽക്കുവാനും സെക്കൻഡറി മാർക്കറ്റിൽ കഴിയാറുണ്ട്. സെക്കൻഡറി മാർക്കറ്റ് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ബോണ്ടുകളാണെങ്കിൽ പരസ്പരം വാങ്ങുവാനും വിൽക്കുവാനും കഴിയാറുണ്ട്. Basically, there are two types of bonds.
ബേസിക്കലി നമുക്ക് ബോണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലാണ്. ഒന്ന് ഗവൺമെൻറ് ബോണ്ട്, രണ്ട് കോർപ്പറേറ്റ് ബോണ്ട് അല്ലെങ്കിൽ കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്. ഗവൺമെൻറ് ബോണ്ട്സ് ആർ ഫിക്സ്ഡ് ഇൻകം ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെൻറ് ടു ഫിനാൻസ് ദെയർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓർ ഡെവലപ്മെൻറ്റൽ പ്രോജക്റ്റ്. കമ്പനിയുടെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, കമ്പനിയല്ല, ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ്സിൻ്റെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെയാണ് ഗവൺമെൻറ് ബോണ്ട് ഇഷ്യൂ ചെയ്യാറുള്ളത്. ദെൻ വാട്ട് ഈസ് കോർപ്പറേറ്റ് ബോണ്ട്സ്? ഇറ്റ്സ് എ ഡെറ്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ പബ്ലിക് ഓർ പ്രൈവറ്റ് സെക്ടർ കമ്പനീസ്, അല്ലെ പബ്ലിക് ഓർ പ്രൈവറ്റ് കമ്പനീസ് ദാറ്റ് നീഡ് ടു റൈസ് മണി ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നീഡ്സ്. അല്ലെ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയോ, അസറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടിയോ ആണ് ബോണ്ട് ഇഷ്യൂയിലേക്ക് പോകാറുള്ളത്. ഓക്കെ, അപ്പം ഗവൺമെൻറ് ബോണ്ടെന്നും കോർപ്പറേറ്റ് ബോണ്ടെന്നാണ് നമ്മൾ ബ്രോഡ്ലി നമുക്ക് ബോണ്ടുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട്സ് ആർ അവൈലബിൾ, അല്ലേ? നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ തരമാണ് സീറോ കൂപ്പൺ ബോണ്ട്സ്. എന്താണ് സീറോ കൂപ്പൺ ബോണ്ട്സ്? സീറോ കൂപ്പൺ ബോണ്ട്സ് ആർ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. അവിടെ അതിന് കൃത്യമായി ഇൻട്രസ്റ്റ് എല്ലാ മാസവും കിട്ടില്ല, പകരം ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്, അല്ലേ? ഫേസ് വാല്യൂനേക്കാൾ കുറഞ്ഞ എമൗണ്ട് ഇഷ്യൂ ചെയ്യുന്നു, അല്ലേ, ടു ദെയർ ഫേസ് വാല്യൂ, ആൻഡ് അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി ദ പ്രിൻസിപ്പിൾ ഓർ ഫേസ് വാല്യൂ ഈസ് റീപെയ്ഡ്. ദ ഡിഫറൻസ് ഈസ് സെഡ് ടു ബി ദെയർ ബെനിഫിറ്റ്. അതായത് ഇപ്പോൾ 10,000 രൂപയുടേത് ചിലപ്പോൾ 9,000 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യും. അതിപ്പോൾ എത്ര വർഷം കഴിയുമ്പോൾ അത് 10,000 രൂപയ്ക്ക് കിട്ടും. ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. അപ്പം അവിടെ നിശ്ചിത ശതമാനം ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല, പകരം എന്താണ്, നോ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ടു ദ ഹോൾഡേഴ്സ്. പകരം അവരുടെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂ പ്രൈസും റിഡംഷൻ പ്രൈസും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത്തരത്തിലുള്ള സീറോ കൂപ്പൺ ബോണ്ട് എടുത്ത ആൾക്കാരുടെ ബെനിഫിറ്റ് എന്നുള്ളത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇഷ്യൂ പ്രൈസ് ആൻഡ് റിഡീമബിൾ പ്രൈസ് ഇറ്റ് സെൽഫ് ആക്ട് ആസ് ആൻ ഇൻട്രസ്റ്റ് ടു ദ ഹോൾഡേഴ്സ്. ദീസ് ടൈപ്സ് ഓഫ് ബോണ്ട്സ് ആർ ഓൾസോ നോൺ ആസ്, ഇത്തരത്തിലുള്ള ബോണ്ടുകളെ നമ്മൾ മറ്റൊരു പേര് അറിയപ്പെടുന്നു, അതിനെയാണ് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് എന്നും അറിയപ്പെടുന്നു. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് മോഡ്ഗേജ് ബോണ്ട്. എന്താണ് മോഡ്ഗേജ് ബോണ്ട്? എന്താണ് മോഡ്ഗേജ് ബോണ്ട്? ദിസ് ഈസ് ദ കോമൺ ടൈപ്പ് ഓഫ് ബോണ്ട് ഇഷ്യൂഡ് ബൈ ദ കോർപ്പറേറ്റ്സ്, അല്ലെ? കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന കോമൺ ടൈപ്പ് ഓഫ് ബോണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോഡ്ഗേജ് ബോണ്ട്സ്, അല്ലേ? കമ്പനികളാണ് സാധാരണ ഇത്തരത്തിൽ, അതായത് അതിനൊരു പണയം ഉണ്ടായിരിക്കും, പണയ വസ്തു ഉണ്ടായിരിക്കും. മോഡ്ഗേജ് ബോണ്ട്സ് ആർ സെക്യൂർഡ്, അതായത് അതിനെ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും ബൈ ഫിസിക്കൽ അസറ്റ്സ് ഓഫ് ദ കോർപ്പറേഷൻ സച്ച് ആസ് ദെയർ ബിൽഡിംഗ് ഓർ അസറ്റ്സ് ഓർ എക്യുപ്മെൻറ്റ്സ് എക്സെട്ര. അതായത് ഒരു കമ്പനിയുടെ അസറ്റോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ മറ്റെന്തെങ്കിലും അസറ്റുകളെ അതിനെ ബേസ് ചെയ്തുകൊണ്ട്, അതിനെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചുകൊണ്ട് കമ്പനികൾ ഇറക്കുന്ന ബോണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോഡ്ഗേജ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. മോഡ്ഗേജ് ബോണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, കൺവെർട്ടബിൾ ബോണ്ട്സ്, അല്ലേ? ദിസ് ടൈപ്പ് ഓഫ് ബോണ്ട്സ് അലോസ് ദ ബോണ്ട് ഹോൾഡർ ടു കൺവെർട്ട് ദെയർ ബോണ്ട്സ് ഇൻ ടു ഷെയർസ് ഓഫ് ദ ഇഷ്യൂവിംഗ് കോർപ്പറേഷൻ, അല്ലേ? ഇത്തരത്തിലുള്ള ബോണ്ട് ഹോൾഡർക്ക് ഒരു ഫെസിലിറ്റി കൊടുക്കുന്നതാണ്, അത് അവർക്ക് പെട്ടെന്ന് കൺവെർട്ട് ചെയ്യാൻ പറ്റും, അല്ലേ? എന്താണ് കൺവെർട്ടബിൾ ടു ഇക്വിറ്റി ഷെയർസ്, അല്ലേ? കൺവേർഷൻ റേഷ്യോ പറയും, എത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ വ്യൂ ഓഫ് കൺവെർട്ടബിൾ ബോണ്ട്സ്. ഇത്ര ബോണ്ടിന് ഇത്ര രൂപയുടെ ബോണ്ടിന് ഇത്ര ഷെയർ കിട്ടുമെന്ന് ഓൾറെഡി ഫിക്സ് ചെയ്തിരിക്കും. അതുപോലെ അടുത്ത കൺവേർഷൻ പ്രൈസ് പറഞ്ഞിരിക്കും, ഡിറ്റർമൈൻഡ് അറ്റ് ദ ടൈം ഓഫ് കൺവേർഷൻ, അല്ലേ? കൺവേർഷൻ്റെ സമയത്ത് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് എത്ര ഇക്വിറ്റി ഷെയർസ്, ഈ ബോണ്ടിന് എത്ര ഇക്വിറ്റി ഷെയർസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കും. ആർ പ്രീ സ്പെസിഫൈഡ് അറ്റ് ദ ടൈം ഓഫ് ബോണ്ട് ഇഷ്യൂ. അതിനെയാണ് ആർ പ്രീ സ്പെസിഫൈഡ് അറ്റ് ദ ടൈം ഓഫ് ബോണ്ട് ഇഷ്യൂ. ബോണ്ട് ഇഷ്യൂ സമയത്ത് അത് കൃത്യമായി പറഞ്ഞിരിക്കും. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് ബോണ്ട്സ് അലോസ് ദ ബോണ്ട് ഹോൾഡർ ടു കൺവെർട്ട്. അപ്പം ബോണ്ട് നിശ്ചിത വർഷം കഴിയുമ്പോൾ ഇക്വിറ്റി ഷെയറാക്കി മാറ്റാൻ പറ്റുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺവെർട്ടബിൾ ബോണ്ട്സ്. അതിന് കൺവേർഷൻ റേഷ്യോ ഉണ്ടായിരിക്കും. ഇത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബോണ്ട് അത് മുൻകൂട്ടി കൺവേർഷൻ പ്രൈസും കൺവേർഷൻ റേഷ്യോയും പറഞ്ഞിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, സ്റ്റെപ്പ് ബോണ്ട്സ്. എ ബോണ്ട് ദാറ്റ് പേയ്സ് എ ലോവർ കൂപ്പൺ റേറ്റ് ഫോർ ദ ഇനിഷ്യൽ പീരീഡ് വിച്ച് ദെൻ ഇൻക്രീസസ് ടു ദ ഹയർ കൂപ്പൺ റേറ്റ്, അല്ലേ? അതായത് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വ്യക്തമായി പറഞ്ഞിരിക്കും, ആദ്യത്തെ 5 വർഷം ഇത്ര ശതമാനം പലിശ, അതിന് ഇൻട്രസ്റ്റ്, അതിനുശേഷം ആദ്യത്തെ 5 വർഷം 5%, അതിനുശേഷം 8%. ഇറ്റ് ഈസ് സെഡ് ടു ബി സ്റ്റെപ്പ് അപ്പ് ബോണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റെപ്പ് അപ്പ് ബോണ്ട് എന്ന് പറയുന്നത്. ആദ്യമേ ലോവർ പ്രൈസ്, പിന്നെ ഹയർ പ്രൈസ്. അടുത്തത് കോളബിൾ ആൻഡ് നോൺ കോളബിൾ ബോണ്ട്സ്. കോളബിൾ ആൻഡ് നോൺ കോളബിൾ ബോണ്ട്സ്. ഇഫ് എ ബോണ്ട് ക്യാൻ ബി കോൾഡ് ഓർ റിഡീംഡ് പ്രയർ ടു മെച്യൂരിറ്റി ദ ബോണ്ട് ഈസ് സെഡ് ടു ബി കോളബിൾ. ഒരു ബോണ്ട് എന്താണ്, അതിൻ്റെ കാലയളവ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു കൊടുക്കുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ കോളബിൾ ബോണ്ട് അല്ലെങ്കിൽ റിഡീമബിൾ ബോണ്ട് എന്ന് അറിയപ്പെടുന്നത്, അല്ലേ? ഒരു മെച്യൂരിറ്റിക്ക് മുമ്പ് തന്നെ അതിനെ കമ്പനി തിരിച്ചു വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് തിരിച്ചു വാങ്ങുകയാണെങ്കിൽ ദാറ്റ്സ് ടു ബി കോളബിൾ ഓർ റിഡീമബിൾ ബോണ്ട് എന്ന് പറയുന്നത്, അല്ലേ? ഈ സെഡ് ടു ബി കോളബിൾ. ഇഫ് എ ബോണ്ട് കനോട്ട് ബി കോൾഡ് പ്രയർ ടു ദ മെച്യൂരിറ്റി ഇറ്റ് ഈസ് സെഡ് ടു ബി നോൺ കോളബിൾ, അല്ലേ? മെച്യൂരിറ്റിക്ക് മുമ്പ് ബോണ്ട് തിരിച്ചു വാങ്ങുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് സെഡ് ടു ബി നോൺ കോളബിൾ ബോണ്ട്. എന്താണ് നോൺ കോളബിൾ ബോണ്ട് എന്ന് വിളിക്കുന്നു. ദ നെക്സ്റ്റ് വൺ, ഓപ്ഷൻ ബോണ്ട്. എന്താണ് ഓപ്ഷൻ ബോണ്ട്? In this type, the investors have the option to choose
ബിറ്റ്വീൻ കുമുലേറ്റീവ് ഓർ നോൺ കുമുലേറ്റീവ് ബോണ്ട്സ്. കുമുലേറ്റീവ് വേണോ നോൺ കുമുലേറ്റീവ് വേണോ എന്ന് ഇൻവെസ്റ്റേഴ്സിന് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇൻ ദ കേസ് ഓഫ് കുമുലേറ്റീവ് ബോണ്ട്സ്, ഇൻട്രസ്റ്റ് ഈസ് അക്യൂമുലേറ്റഡ് ആൻഡ് പേയബിൾ ഓൺ മെച്യൂരിറ്റി ഓൺലി. ഇൻ ദ നോൺ കുമുലേറ്റീവ് ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് പീരിയോഡിക്കലി. അല്ലേ, കുമുലേറ്റീവ് ബോണ്ട് ആണെങ്കിൽ വർഷാവർഷം ഇൻട്രസ്റ്റ് കിട്ടില്ല, ഹാഫ് ഇയർലും കിട്ടില്ല. പകരം ഓരോ 6 മാസം കഴിയുന്നതോറും ഓരോ വർഷം കഴിയുന്നതോറും ആ ഇൻട്രസ്റ്റ് കൂടി 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 കുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അത് എപ്പോഴും കൊടുത്തു തീർക്കും? മെച്യൂരിറ്റിയുടെ സമയത്ത് കൊടുത്തു തീർക്കും. ദാറ്റ്സ് സെഡ് ടു ബി കുമുലേറ്റീവ് ബോണ്ട്. അല്ലാതെ ഇയർലി പേയ്മെൻറ്റ് ഓഫ് ബോണ്ടിന് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ നോൺ കുമുലേറ്റീവ് ബോണ്ട് ആണെങ്കിലോ ഇൻട്രസ്റ്റ് പീരിയോഡിക്കലായിട്ട് കൊടുത്തു തീർത്തുകൊണ്ടേയിരിക്കും. അപ്പം ഓപ്ഷൻ ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ചൂസ് ചെയ്യാം എന്താണ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, കുമുലേറ്റീവ് വേണോ നോൺ കുമുലേറ്റീവ്. കുമുലേറ്റീവ് എന്ന് വെച്ചാൽ വർഷാവർഷം അല്ലെങ്കിൽ ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് കിട്ടില്ല, പകരം എന്താണ് വർഷത്തിൻ്റെ അവസാനം കിട്ടും. ഇൻ ദ കേസ് ഓഫ് എ നോൺ കുമുലേറ്റീവ് ബോണ്ട് ആണെങ്കിലോ ഇൻട്രസ്റ്റ് റെഗുലർലി പേ ചെയ്യും. നെക്സ്റ്റ്, bonds with warrant. A warrant allows the holder to buy a specific number of equity shares at a pre-specified പ്രൈസ് ഇൻ ദ ഫ്യൂച്ചർ. അല്ലേ, വാറണ്ടോടുകൂടിയുള്ള ബോണ്ടാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് കൊടുക്കുകയാണ് ബോണ്ട് ഹോൾഡർക്ക്. എന്താണ്, ഒരു നിശ്ചിത വർഷം കഴിയുമ്പം അവർക്ക് നിശ്ചിത മുൻകൂട്ടി പറഞ്ഞ പ്രൈസിനകത്ത് ഇത്ര ഷെയർ വാങ്ങാൻ പറ്റും എന്നുള്ളൊരു വാറണ്ട്, ഒരു ഉറപ്പ് കൊടുക്കുന്ന ബോണ്ടിനെയാണ് ബോണ്ട് വിത്ത് വാറണ്ട് എന്നറിയപ്പെടുന്നത്. ബോണ്ട്സ് ആർ ഇഷ്യൂഡ് വിത്ത് വാറണ്ട്സ് ടു മേക്ക് ഇറ്റ് മോർ അട്രാക്റ്റീവ്. അല്ലേ, അത് ഇൻവെസ്റ്റേഴ്സിനെ, അതായത് നമ്മൾ ഈ കമ്പനികളാണ് ബോണ്ട് ഇറക്കുന്നതെങ്കിൽ അത് ബോണ്ട് വാങ്ങാനായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി അവരോട് പറയും, നിങ്ങൾക്ക് ഇത്ര വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത്ര നമ്പർ ഓഫ് ഷെയർസ് ഈ മുൻകൂട്ടി പറഞ്ഞ ഒരു പ്രീ സ്പെസിഫൈഡ് പ്രൈസിനകത്ത് ഇഷ്യൂ ചെയ്യാം. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടിനാണ് ബോണ്ട് വിത്ത് വാറണ്ട്സ് എന്നറിയപ്പെടുന്നത്. അതിനകത്ത് ഒരു ഗ്യാരണ്ടി കൊടുക്കുകയാണ്. അത് തന്നെ ഇൻവെസ്റ്റേഴ്സിന് അട്രാക്റ്റീവ് ഗ്യാരണ്ടി കൊടുക്കുകയാണ്. നിശ്ചിത വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇത്ര രൂപയ്ക്ക് നൽകാം. ദാറ്റ്സ് വിൽ ബി ബോണ്ട് വിത്ത് വാറണ്ട് എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ്, ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്. ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് എന്ന് വെച്ചാൽ എന്താണ്, അവിടെ ഒരു നിശ്ചിത ഇൻട്രസ്റ്റ് റേറ്റ് മുൻകൂട്ടി പറയില്ല, പകരം ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് അഡ്ജസ്റ്റബിൾ അക്കോർഡിംഗ് ടു ദ ബെഞ്ച് മാർക്ക് റേറ്റ് ഓർ മാർക്കറ്റ് റേറ്റ് ഈസ് നോട്ട് ഫിക്സഡ് ഇൻ അഡ്വാൻസ് ആൻഡ് ഈസ് ലിങ്ക്ഡ് ടു എ ബെഞ്ച് മാർക്ക് റേറ്റ്. അതായത് മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് കൂടുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് കൂടും, മാർക്കറ്റ് ഇൻട്രസ്റ്റ് കുറയുകയാണെങ്കിൽ അതനുസരിച്ച് കുറയും. അങ്ങനെ ഒരു ഫിക്സഡ്, നമ്മുടെ EMI കാൽക്കുലേറ്റ് ചെയ്താൽ EMI ലോണിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് അല്ലല്ലോ. ഹൗസ് ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് പറയും, പിന്നെ മാർക്കറ്റിൽ RBI ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുന്നതനുസരിച്ച് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യും. ദാറ്റ്സ് വിൽ ബി ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്. അങ്ങനെ അതേ ഫ്യൂച്ചറുള്ള ബോണ്ടാണ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് അല്ല, കാലത്തിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമോ കുറയുമോ മാർക്കറ്റിൽ അനുസരിച്ച് ആ ബെഞ്ച് മാർക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ്സ് വിൽ ബി ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്സ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ബോണ്ടെന്ന് പഠിച്ചു, ബോണ്ടുകൾ ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പഠിച്ചു. നല്ലതുപോലെ വായിച്ചു നോക്കുക, സംശയങ്ങൾ പറയുക. താങ്ക് യു ഫോർ യുവർ പേഷ്യൻ ലിസണിങ്. നമുക്ക് ഒരെണ്ണോട് ഇനി പഠിക്കേണ്ട ഗവൺമെൻറ് സെക്യൂർ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു essay തരാം, നിങ്ങളത് എഴുതി എനിക്കൊരു അസൈൻമെൻറ്റായിട്ട് കാണിക്കണം. അത് ഞാൻ എന്താണെന്ന് പറയാം. നിങ്ങളെല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ലതുപോലെ പഠിക്കുക. താങ്ക് യു ഫോർ യുവർ പേഷ്യൻ ലിസണിങ്. താങ്ക് യു.